സർ, അലക്സാണ്ടർ സാർ ഇപ്പോൾ വീഡിയോ കോളിൽ വരും. അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ അലക്സാണ്ടർ സാറോട് സംസാരിച്ചു. ഹോക്സൈ ഇപ്പോൾ അലക്സാണ്ടർ സാറിന്റെ അല്ല. 6 വർഷം മുമ്പ്, ടു ബി എക്സാക്ട് 2011 നവംബറിൽ അലക്സാണ്ടർ സാറ് ഹോക്സൈ വിറ്റു. ഐറിനാണോ അത് വാങ്ങിയത്? No. That's what baffles me. One Mr. രാജരത്നം ഫ്രം തൂത്തുക്കുടി. അയാളാണത്ര ഇപ്പോ ഹോക്സൈഡ് ഓണർ. അയാളുടെ ബാക്കി ഡീറ്റെയിൽസും സെയിൽ അഗ്രിമെന്റും ഒക്കെ സാർ ഇപ്പൊ മെയിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. രാജരത്നം. സാർ നമസ്കാരം. തിരക്കി സാറേ, ആളൊരു പുലിയാണ്. തൂത്തുക്കുടി പോർട്ട് അവൻ്റെ കയ്യിലാണ്. രാഷ്ട്രീയക്കാരും പോലീസുകാരെ അങ്ങോട്ട് വരട്ടണേനമ്മ. കൊലയ്ക്കും കൊലയ്ക്കും ഒരു കണക്കില്ല. ഇച്ചിരി കട്ടിയാ സാറേ. നോക്കാം. ഞങ്ങൾ കൂട്ടിയ കൂടില്ല സാറേ. നിന്റെയൊക്കെ ആഡംബരം കൊച്ചിയിലും കടവന്തറയിലൊക്കെ ഉള്ളല്ലേ. തൂത്തുക്കുടി പോർട്ടെന്ന് കേട്ടാ മണിയും വിറയ്ക്കും. വിട്ട വിട്ട. പോലീസ് വണ്ടിക്ക് കയറി ചെല്ലാൻ പറ്റാത്ത ചില ഇടങ്ങളുണ്ട്. അവിടേക്ക് ഇവന്മാർ നുഴഞ്ഞു കയറിക്കോളും. നമ്മുടെ ഈ അണ്ടർ കവർ ഓപ്പറേഷനിൽ ഇതുങ്ങളെ കൂടെ നിർത്തുന്നത് അതുകൊണ്ടാണ്. അപ്പോ നമ്മളിനി നേരെ തൂത്തുക്കുടി. இருங்க ராஜரத்னம் ஐயாவை பார்க்கலாம். முதல்ல வெளில நில்லுங்க சார். பார்க்கலாம், முதல்ல வெளில நில்லுங்க. உதவி கேக்குறதுக்கு தான். நீங்க எங்க இருந்து வந்திருக்கீங்க? நாங்க கேரளாவுல இருந்து வந்திருக்கார். இரு இங்கே வெயிட் பண்ணு. டேய் தம்பி சுரேஷ், அண்ணாவை பார்க்க யாரோ கேரளால இருந்து வந்திருக்காங்க. யாருன்னு தெரியாது, கொஞ்சம் சொல்லு. முடிச்சு ஐயா. கேரளா வந்து யாரோ வந்திருக்காங்க ஐயாவை பார்க்கறதுக்கு. கேரளாவா? ஆமாண்ணே, கேரளா. வருஷம் சரிங்க ஐயா. யாரு தம்பி இவ்வளவு தூரம் வந்திருக்கீங்க? ഞാനിവിടെ പോർട്ടില് സ്ഥലം മാറ്റം കിട്ടി വന്നതാ. ஓ, ஆபீசரா? வழக்கம் போல வந்திருக்கீங்களோ? ആമാങ്ക. இது யாரு? അനുജനാ, എന്നോട് തമ്പി. ഇവന്റെ ഒരു ജോലിക്കാര്യത്തിനാ സാറിനെ കാണാമെന്ന്. என்ன படிச்சிருக்கீங்க தம்பி? சார் MA கிரிமினாலஜி. கிரிமினலா? கிரிமினல் ஆவத்து கூட படிப்பு இருக்கா? അല്ല സാർ, ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന ചില പ്രാക്ടീസസ് ആണ് സാർ. போர்ட்ல வேலை வேணும்னா இன்னைக்கே சேர்க்கலாம். வேற ஏதாவது வேலை வேணும்னா மினிஸ்டருக்கு ஃபோன் பண்ணி சொல்லலாம். உங்களுக்கு எப்படி? അയ്യോ, ഇവിടെ വേണ്ട, കേരളത്തിൽ മതി. അവിടെ സാറിന് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഇല്ലേ, അവിടെ ആകുമ്പോൾ വൈകിട്ട് വീട്ടിൽ പോവുകയും ചെയ്യാം. ഹോക്സൈ. ஹாக்ஸையா? தம்பி, நமக்கு ஏஜென்சி ஆபீஸ் எல்லாமே இதுதான். ചേട്ടാ ഓർമ്മയില്ലാത്തതാ. ഉണ്ടെന്നേ, കേരളത്തിൽ സാറിന്റെ പേരിൽ അങ്ങനെ ഒരു ആപ്പീസ് ഉണ്ട്. അതിങ്ങനെ എന്തോ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നത് ഈ സാറിന്റെ ഒപ്പല്ലയോ? போலீஸா? ஆமாங்க. சொல்லட்டும். இவ்வளவு தூரத்துல இருந்து நம்மளை தேடி வந்திருக்காங்க. என்ன விஷயம்னு கேட்டு பாப்போம்.
சொல்லு தம்பி. ഒറ്റ വിഷയമുള്ളൂ. എന്താണ് നിങ്ങളുടെ കേരള കണക്ഷൻ? கேரளா மட்டும் இல்ல, சவுத் இந்தியா ஃபுல்லா நமக்கு கனெக்ஷன் இருக்கு. ഓക്സ എന്ന ഡിറ്റക്റ്റീവ് ഏജൻസി ഈ രാജരത്നത്തിന്റെ പേരിലാണുള്ളത്. അതിനെക്കുറിച്ച് അറിയാനാ ഞങ്ങൾ വന്നത്. என்கிட்ட கேள்வி கேட்க எவனும் இதுக்குள்ள வந்ததில்ல. அப்படி வந்தவன் எவனும் உயிரோட திரும்பி போனதா சரித்திரம் இல்ல. கதவு காத்தட்டோ. എടേ എന്തോന്നാണ്? உனக்கு என்ன தனியா சொல்லணுமா? അനിയ, അപ്പൊ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനാക്കിയിട്ട് വിളിച്ചാ മതി. ഞാൻ വണ്ടി കാണും. കണ്ണട വെച്ചേക്കാം, പൊട്ടണ്ട. யோ போலீஸ், இருந்த அவன் பணத்தை வாரிட்டு போ. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നടേശ. പൊളിക്ക്. ഇപ്പൊ യാര് പണത്തെ വാരിയിട്ട് പോണോ? സാർ, ഞങ്ങൾക്ക് നിങ്ങളെ ഉപദ്രവിക്കണമെന്നേയില്ല. ദേ, പക്ഷെ ആ എഗ്രിമെന്റിന്റെ പിന്നിലെ കഥ നിങ്ങൾ പറഞ്ഞേ പറ്റൂ. ஒரு 6 வருஷத்துக்கு முன்னாடி ஒரு பெரிய டீல் முடிக்கிறதுக்காக பாதுகாப்புக்காக நான் கேரளா போயிருந்தேன். அது ஒரு கொட்டேஷன். அதுல நான் சாட்சிக்கு அது மட்டும் தான் போட்டேன். ഡീൽ ആർക്ക് വേണ്ടിയായിരുന്നു? அந்த யாருக்குன்னு ஞாபகம் இல்லை. ஆனா ஒரு பொண்ணு தான் கூட இருந்தா. സർ, ഇവിടെ നടന്ന ആക്സിഡന്റുകളിൽ ഇതുവരെ ഒരു തെളിവും കിട്ടിയിട്ടില്ല. ട്രൈബ്സ് പോലും താഴെ ഇറങ്ങാൻ മടിക്കുന്ന ഏരിയ. ഒരു തെളിവില്ലാതെ പിന്നെ അഡ്വക്കേറ്റ് അരുന്ധതിയാണെന്ന് നിങ്ങൾ എങ്ങനെ കൺഫേം ചെയ്തു? അന്ന് ടൗണിൽ നിന്ന് വയസ്സായ ഒരു സ്ത്രീയെ അഡ്വക്കേറ്റ് അരുന്ധതി ഇവിടെ ഡ്രോപ്പ് ചെയ്തിരുന്നു. അവരുടെ മൊഴിയാണ്. അവരും 2 വർഷം മുമ്പ് മരിച്ചുപോയി. സെയിം ടൈമിൽ വേറൊരു ആക്സിഡന്റ്? അതെ സർ, ഒരു ചെറിയ കുഞ്ഞ. ആ കുട്ടിയുടെ ബോഡി ഒരു മരക്കൊമ്പിൽ തൂങ്ങിക്കിടക്കായിരുന്നു. ഒരു തമിഴന്റെ മോള. 2 ആക്സിഡന്റുകളുടെയും ദൃക്സാക്ഷി അയാളാ, മുരുകേശൻ. ഈ മുരുകേശൻ ഇപ്പൊ എവിടെ ഉണ്ട്? കുറച്ച് നാൾ മാനസിക നില തെറ്റി ഇവിടെ കലഞ്ഞിരിഞ്ഞ് നടന്നിരുന്നു. പിന്നീട് ഒരു സന്നദ്ധ സംഘടന അയാളെ മെന്റൽ അസൈലത്തിലാക്കി.
ഇപ്പൊ അവിടെയാ. முத்துமணி வெளியில எங்கேயும் போக கூடாது, அப்பா கூடவே விளையாடணும். இங்கே இருக்கணும், அப்பா கூடவே விளையாடணும்னா. சிரிங்க, நீ நல்லா சிரிச்சாதானே அம்மா வாடத்துல இருந்து பார்த்து சந்தோஷப்படுவாங்க. சிரிங்க, நல்லா சிரிங்க. മുത്തോടെ മുത്ത്. ഈ മുരുകേശൻ ഇവിടെ എത്തിയിട്ട് 5 വർഷമാകുന്നു. മുരുകേശിനെ പറ്റി വേറെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഡോക്ടറിന് അറിയോ? വല്ല റിലേറ്റീവ്സ് കാണാൻ വരികയോ അങ്ങനെ എന്തെങ്കിലും? നോ, കൊണ്ടുവരുമ്പോൾ അയാളുടേതെന്ന് പറയാൻ ഒരു ഭാണ്ഡക്കെട്ട ഉണ്ടായിരുന്നത്, കുറച്ച് ഡ്രസ്സും ഒരു ചെറിയ ബാഗും. Can we see that? Why not? ഐഫോണോ മുരുകേശിന്റെ കയ്യിലോ? ഹലോ സർ, ഞങ്ങളുടെ തഞ്ചാവൂര് അരുന്ധതിയുടെ വീട്ടിലെത്തി. ആ, അവിടെ പാരാളെ മായാഗർത്തമെന്നും ചെകുത്താന്റെ കൊട്ടാരമെന്നും പ്രദേശവാസികൾ വിളിക്കുന്ന കൊല്ലിമലയുടെ അടിവാരത്തിലെ അത്ഭുത കാഴ്ചകൾ വിവരണാതീതമാണ്. ഇന്ന് വരെ മനുഷ്യൻ ഇറങ്ങിച്ചെന്നിട്ടില്ലാത്ത ഈ ഗർത്തത്തിലേക്ക് ഫോട്ടോഗ്രാഫർ അരുണിനൊപ്പം ഞാൻ നടത്തിയ യാത്രയുടെ ഫലം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതായിരുന്നു. കൊല്ലിമലയിലെ വനവാസികളായ ചെമ്പരൻ വർഗക്കാരായിരുന്നു ഞങ്ങളുടെ സഹായികൾ. പുറം ലോകം കണ്ടിട്ടില്ലാത്ത, വ്യക്തമായ ഭാഷ പോലുമില്ലാത്ത ഒരു ആദിവാസി ഗോത്രത്തെ അവിടെ കാണാൻ ഇടയായി. അവരുടെ കൂട്ടത്തിൽ കണ്ട അവരുടെ ഗോത്രവർഗക്കാരിയല്ലാത്ത ഒരു സ്ത്രീ ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ആംഗ്യ ഭാഷയിൽ ആദിവാസി മൂപ്പൻ പറഞ്ഞതനുസരിച്ച് കുറെ വർഷങ്ങൾക്ക് മുൻപ് അവർ മുകളിൽ നിന്ന് വന്നു വീണു എന്നാണ്. ഓർമ്മശക്തിയില്ലാത്ത, ജീവൻ മാത്രം ശേഷിക്കുന്ന അവരെ ഗവൺമെന്റിന്റെ സഹായത്തോടെ വളരെ പണിപ്പെട്ട് പുറത്തെത്തിക്കുകയായിരുന്നു. 6 വർഷം മുൻപ് കൊല്ലിമലയിലെ വാഹനാപകടത്തിൽ കാണാതായ അഡ്വക്കേറ്റ് അരുന്ധതിയാണ് ഇവർ എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ ഇപ്പോൾ കൊച്ചിയിലെ പോസിറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ്. പോസിറ്റീവ് ഹോസ്പിറ്റൽ. ഹലോ, ഇന്ന് ന്യൂസിൽ അരുന്ധതി എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് കേട്ടിരുന്നു. അവരിവിടെ ചികിത്സയിലുണ്ടോ? ഉണ്ടല്ലോ, അവർ ഐസിയുലാണ്. നിങ്ങളാരാ? ഹലോ, ആരാ സംസാരിക്കുന്നത്? ഇവിടെ അരുന്ധതി എന്ന് പറഞ്ഞ പേഷ്യന്റ് ഐസിയുലുണ്ടെന്ന് പറഞ്ഞിരുന്നു. സെക്കൻഡ് ഫ്ലോറിലാണ് ഐസിയു. സെക്കൻഡ് ഫ്ലോർ. താങ്ക് യു. ഓക്കെ. I'm sorry, Arun.
കൊല്ലിമലയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അരുന്ധതിക്ക് പുനർജന്മം കിട്ടിയിട്ടുമില്ല. സ്വയം അപ്രത്യക്ഷയാവാൻ ഐരൻ തീരുമാനിച്ചപ്പോൾ പ്രത്യക്ഷപ്പെടുത്താൻ ഞങ്ങളും തീരുമാനിച്ചു. തൂത്തുക്കുടി രാജരത്നത്തിന്റെ പേരിൽ ഹോക്സായി സ്വന്തമാക്കിയപ്പോൾ മുതൽ നിങ്ങളുടെ ലക്ഷ്യം 4 കൊലപാതകങ്ങളായിരുന്നു. അതിനിടയിൽ എന്തിനായിരുന്നു എന്റെ പോസ്റ്റിംഗ്? ഞാൻ ആദ്യം സംശയിച്ചത് നിന്നെയായിരുന്നില്ലേ അർജുൻ? അതായിരുന്നില്ലേ ഐരന്റെ ലക്ഷ്യവും? 6 വർഷം മുൻപ് കൊല്ലിമലയുടെ അഗാധ ഗർത്തത്തിലേക്ക് പോയ അഡ്വക്കേറ്റ് അരുന്ധതിയും ഇപ്പൊ കൊല ചെയ്യപ്പെട്ട 4 പേരും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിന് തെളിവുണ്ട്. The same iPhone. ഒരു ഭ്രാന്താശുപത്രിയുടെ ലോക്കറിൽ മനോനില തെറ്റിയ മുരുകേശന്റെ പേഴ്സണൽ തിങ്സിനൊപ്പം വിശ്രമിച്ചിരുന്ന ഈ മൊബൈൽ അഡ്വക്കേറ്റ് അരുന്ധതി അവസാനമായി ഉപയോഗിച്ചിരുന്ന അതേ മൊബൈൽ. മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 2 ദിവസം ഈ നമ്പറിലേക്ക് ഒരുപാട് ഇൻകമിംഗ് കോൾസ് വന്നിരുന്നു. നിരന്തരം വിളിച്ചിരുന്നത് 4 നമ്പറുകൾ. ആ 4 നമ്പറുകളുടെ അന്നത്തെ ഉടമസ്ഥർ ആദിത്യൻ, വിജയ്, കൃഷ്ണമൂർത്തി, ആന്റണി. അഡ്വക്കേറ്റ് അരുന്ധതിയെ അവർ കൊന്നതാണ്. ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായിട്ട് ഐരന് അറിയാം. കാരണം അഡ്വക്കേറ്റ് അരുന്ധതി ഐരന്റെ അമ്മയാണ്. അഞ്ചാം വയസ്സ് വരെ ഐരൻ ഒരു അനാഥാലയത്തിലായിരുന്നു. യു ആർ നോഫൻ.